എനിക്കിതിൽ ആത്യന്തികമായി പറയാനുള്ളത്, ഇത്രയും ചൈൽഡിഷ് ഈഗോ ഉള്ള ഒരു പ്രസിഡൻറ്റിനെ, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ ഞാൻ എൻ്റെ ഈ ജീവിത കാലയളവിൽ കണ്ടിട്ടില്ല. അത് ഡൊണാൾഡ് ട്രംപാണ്. അദ്ദേഹം അത്ര രീതിയിൽ കുട്ടികൾ കളിപ്പാട്ടം കളിക്കുന്നത് പോലെയോ മറ്റോ ആണ് അദ്ദേഹം നയതന്ത്രത്തെ കാണുകയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വിനിമയത്തെയോ അവരുടെ ഉഭയകക്ഷി ബന്ധങ്ങളെയൊക്കെ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അത് കുട്ടികൾ കളിപ്പാട്ടം കൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെയാണ് ചെയ്യുന്നത്. അത്ര നിരുത്തരവാദപരമായാണ് അദ്ദേഹം ഇറാനിലേക്കും ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേലുമായി ചേർന്ന് നടത്തുകയും ചെയ്യുന്നത്. അതിൽ പൂർണ്ണമായും അത് അതായത് പശ്ചിമേഷ്യക്കാകെ ഇറാൻ ഭീഷണിയാകും എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കി ലോകരാജ്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് ലോക പോലീസായി അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കിയിട്ട് അവസാനം ലോകരാജ്യങ്ങളെ മുഴുവൻ അതായത് അമേരിക്കയാൽ ബാധിക്കപ്പെടുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു വരുന്ന ട്രംപ് എന്നിട്ട് തമാശ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എങ്ങനെ പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയും ചൈൽഡിഷായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസിഡൻറ്റിനെ കണ്ടിട്ടില്ല. തീർച്ചയായും അവർ ഉദ്ദേശിച്ചിരുന്നത് അവരൊരു സുപ്രീം പവറിലേക്ക്, അത് ആയുധ കച്ചവടത്തിലാവട്ടെ, അവർ അതായത് ഈ എണ്ണയുടെ ആവട്ടെ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു സുപ്രീം പവറിൽ എത്തുവാനുള്ള വലിയ ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷേ നിലവിൽ ഇറാനിൽ തട്ടി നിൽക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അതിനപ്പുറത്തേക്ക് 4 തുടങ്ങി 4 ആഴ്ചയായി, അതിനപ്പുറത്തേക്ക് ഒരു കരു നീക്കാൻ പറ്റുന്നില്ല. ആ ഘട്ടത്തിലാണ് പറയുന്നത്. അതായത് പരമോന്നത നേതാവ് മരിച്ചിട്ട് 10-ാം ദിവസം പുതിയ പരമോന്നത നേതാവിനെ മുന്നോട്ട് വെച്ചൊരു കരുത്ത് ഇറാനുണ്ട്. സ്വാഭാവികമായും ഖമനയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവർ എല്ലാ കാലത്തും ഉയർത്തെഴുന്നേൽക്കുന്ന ആളാണ്. ഈ സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ എല്ലാ കാലത്തും സംസാരിച്ചിരുന്ന, പോരാടിയ ഒരാളാണ്. അയാളുടെ ചരിത്രം അത് തന്നെ പിൻപറ്റുന്ന ഇറാന് ഒരിക്കലും കീഴടങ്ങാനാവില്ല. ആ നയം അവർ മുൻപേ തന്നെ പറഞ്ഞതാണ്. ഇദ്ദേഹം എന്ത് അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിനെയൊക്കെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞ് തിരിച്ച് പരിഹസിക്കുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. നിലവിൽ ബോള് ഇറാൻ്റെ കോർട്ടിലാണ്. ഇനി അവർ തീരുമാനിക്കുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനമുണ്ടാവുക. നമ്മൾ കൂടി അതിൽ വീണു പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് അതിലൊരു വിഷമമുള്ളത്.